ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശിവൻ്റെയും പാർവതിയുടെയും സ്റ്റോറി എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുള്ളതാണ് കേട്ടോ. അതായത് എൻ്റെ ഒരു വയസ്സിലുള്ളവർക്ക് വേണ്ടി ഞാനായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ എനിക്ക് 14 വയസ്സൊക്കെ ആയി. അപ്പോൾ എൻ്റെ വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നാണ്. ഞാനൊരു സീരിയൽ കണ്ടിട്ട് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായതും പിന്നെ എൻ്റെ അച്ഛനും എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നതിലും എല്ലാം കൂടി ആയിട്ട് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എൻ്റെ പ്രായത്തിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ആണ്, എന്തിനാണ് വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, സ്റ്റോറി തുടങ്ങുന്നിടത്ത് വെച്ച് കേട്ടാലും മതി കേട്ടോ. ഇപ്പോൾ എൻ്റെ പ്രായക്കാർക്ക് വല്ല ക്വിസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാനും എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാനും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. വലിയവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഞാൻ ചിലപ്പോൾ ചില ആൾക്കാരുടെ പേര് പറയുന്നത് തെറ്റാവാം, എൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റാവാം, ഞാൻ ചിലത് അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടാവും പറഞ്ഞത്, ചിലപ്പോൾ മണ്ടത്തെറ്റ് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. അത് വലിയവർക്ക് അറിയണവർക്ക് എന്തായാലും മനസ്സിലാവും. സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദിശക്തിയും ശിവനും കൂടിയാണ് ഈ ഒരു ലോകം ഉണ്ടായിട്ടുണ്ടായത്. അതായത് അവർ രണ്ടുപേരാണ് ഈ ഒരു പ്രപഞ്ചത്തെ മൊത്തം നിർമ്മിച്ചിട്ടുണ്ടായത്. അതുകൊണ്ടാണ് ആദിശക്തി പ്രകൃതിയുടെ ദേവിയാണെന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് പാർവതി പ്രകൃതിയുടെ ദേവിയാണെന്ന് പറയാൻ കാരണം. അതായത് ആദിശക്തിയുടെ ഒരു അവതാരമാണല്ലോ പാർവതി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഈ ഒരു ലോകം സൃഷ്ടിക്കും. വിഷ്ണുവിനെ സൃഷ്ടിക്കും, ബ്രഹ്മാവിനെ സൃഷ്ടിക്കും, ലക്ഷ്മി ദേവിനെ സൃഷ്ടിക്കും, സരസ്വതി ദേവിനെ സൃഷ്ടിക്കും. അങ്ങനെ അസുരന്മാർ, ദേവന്മാർ, അങ്ങനെ എല്ലാവരെയും സൃഷ്ടിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി ആയിട്ടാണ്. പിന്നീട് കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. ഈ സതി ജനിക്കുന്നതിനേക്കാളും മുമ്പായിട്ട് ആരാണ് കൂടുതൽ ശക്തിശാലി നോക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞാൽ മതി, ഞാനത് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇടാം. എന്തായാലും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് സതി ജനിച്ച് തൊട്ടുള്ള കാര്യങ്ങൾ പറയാം. അതായത് ശിവൻ്റെയും ശക്തിയുടെയും സ്റ്റോറി പാർട്ട് 1 ആണിത്. അപ്പോൾ ശക്തിയുടെയും സതിയുടെയും എന്നിട്ട് നമുക്ക് പാർവതിയുടെ പറയാം. ഇത് ഇനിയും പാർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നീട് സതി ജനിക്കുന്നത് പ്രജാപതി ദക്ഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾക്ക് ശിവനോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം അയാൾ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണ്, വിഷ്ണുവിൻ്റെ ഭയങ്കര ഭക്തനാണ്. ബ്രഹ്മാവിൻ്റെ ശിരസ് ഛേദിച്ചത് കൊണ്ടാണ് ഇയാൾക്ക് ഭയങ്കര ദേഷ്യം ശിവനോട്. ശിവൻ ഞാൻ പറഞ്ഞല്ലോ ശക്തിശാലി ആരാണ്, അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ഇടാമെന്ന് പറഞ്ഞല്ലോ. ആ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ ഈ ശിവനോട് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെ വിഷ്ണു വേറൊരു രൂപത്തിൽ വന്നിട്ട് ആദിശക്തി ഇല്ലെങ്കിൽ ശിവനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇയാൾ വിചാരിക്കും ആദിശക്തിനെ മകളാക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ശിവനോടുള്ള ശത്രുത തീർക്കാനായിട്ട്. അങ്ങനെ ഇയാൾ ഒരുപാട് നാൾ തപസ്സിരിക്കും ആദിശക്തിനെ പ്രീതിപ്പെടുത്താനായിട്ട്. കുറേ നാൾ തപസ്സിരിക്കും. അങ്ങനെ ആദിശക്തി പ്രത്യക്ഷയാകുമ്പോൾ ചോദിക്കും, നിൻ്റെ വരത്തിൽ ഞാൻ ഇതാണ്, നിനക്ക് എന്ത് വരാണ് വേണ്ടതെന്ന്. അതിൽ ദക്ഷൻ പറയാ എൻ്റെ മകളായിട്ട് ജനിക്കണം എന്നാണ്. ആദിശക്തി അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ഞാൻ ശിവൻ്റെ ശക്തിയാണ്, ശിവനാണ് എനിക്കെല്ലാം, ശിവനോടുള്ള ഒരു വെറുപ്പോ ഒന്നും ഉണ്ടാകരുത്, അങ്ങനെയെല്ലാം ആദിശക്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സമ്മതിക്കും മകളായി ജനിക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു കാര്യം പറയുന്നുമുണ്ട് ആദിശക്തി, അതായത് എൻ്റെ സ്ത്രീ രൂപത്തെ അപമാനിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ നിമിഷം തന്നെ തൻ്റെ സ്ത്രീ രൂപത്തെ ത്യജിക്കുമെന്ന് ആദിശക്തി പറയുന്നത്. അപ്പോൾ ദക്ഷൻ പറയും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയെല്ലാം പറയും. അങ്ങനെ സതിയായിട്ട് ശക്തി ജനിക്കുകയാണ് കേട്ടോ. സതിക്ക് ഓർമ്മയുണ്ടാവില്ല താൻ ആരായിരുന്നു എന്തായിരുന്നു ഒന്നും. അങ്ങനെ പ്രജാപതി ദക്ഷൻ സതി എന്ന് പേരിടും. പിന്നെ ദാക്ഷായണി എന്ന് ഇടും കേട്ടോ. അതായത് ദക്ഷന്റെ പുത്രി എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ഈ ദക്ഷൻ എന്ന് പറഞ്ഞ പ്രജാപതിയാണ് കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഈ ദക്ഷന്റെ തന്നെ പുത്രിമാരാണ് എല്ലാ നാളുകളും കേട്ടോ, എല്ലാ നക്ഷത്രങ്ങളും. സതിയുടെ ജന്മോത്സവത്തിന് ശിവൻ സതീനെ കാണാൻ വരുമ്പോൾ ഈ ഒരു പ്രജാപതി ശിവനെ അകത്തേക്ക് കയറ്റത്തില്ല. അപ്പോൾ സതീനെ കാണാൻ വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ടാണ് സതീനെ കാണാറ്. കണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. സതീനെ ആദ്യമായിട്ട് കണ്ടത് അങ്ങനെയാണ്. സതിക്ക് ശിവൻ എന്നുള്ളൊരു ദൈവം ഉണ്ടെന്നോ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. ഒരു 10-12 വയസ്സ് വരെ ശിവൻ എന്താണ്, അതെന്ത് ദൈവമാണ്, അങ്ങനെ ദൈവം ഉണ്ടോ, അങ്ങനെ ഒരു കാര്യങ്ങളും പ്രജാപതി പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ നാട്ടിലത്തെ എല്ലാ ശിവലിംഗവും മൂടിയിട്ടുണ്ടായിരുന്നു. ശിവലിംഗം കണ്ടിട്ടാണ് നന്ദി പറഞ്ഞു കൊടുത്തിട്ടാണ് ശിവൻ എന്നൊരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അന്ന് നന്ദി കാള എന്നായിരുന്നില്ല,
ആ കഥ വേറെയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അത് സെപ്പറേറ്റ് ചെയ്യാം ട്ടോ. അതിനുശേഷം സതി ചെന്ന് ചോദിക്കും, പിതാവ് എന്താ എനിക്ക് ഇങ്ങനെ ഒരാളെ പറ്റി പറഞ്ഞു തരാഞ്ഞേ, അങ്ങനെ എല്ലാം ചോദിക്കും. അപ്പോൾ ദക്ഷൻ കൂടുതൽ എരിവിരി കയറ്റി കൊടുക്കാന്ന് പറയില്ലേ, അതേപോലെ അയാൾ നല്ല ആളല്ല, നിന്റെ മുത്തച്ഛൻ്റെ ചേച്ചി ചെയ്തിച്ച ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പൊട്ട ആളാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ സതിയുടെ ഉള്ളിൽ ദേഷ്യവും വെറുപ്പും കയറ്റി കൊടുക്കും ശിവനോടുള്ള. അങ്ങനെ സതിക്ക് ഭയങ്കര ശത്രുതയാണ് ശിവനോട്. തോൽപ്പിക്കണം അങ്ങനെയൊക്കെ പകീന് അങ്ങനെയൊക്കെ പറഞ്ഞാണ് സതി നടക്കാറ്. പിന്നീട് വലുതായതിന് ശേഷമാണ് ശിവനെ നേരിട്ട് കാണുക. അത് കാണാൻ തന്നെ ദേഷ്യത്തോടെയാണ്, ശിവനോടുള്ള ഒരു വെറുപ്പ് കൊണ്ട് തന്നെയാണ് കാണാൻ ശ്രമിക്കുന്നത്. ശത്രുത പൂർത്തീകരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശിവൻ ആദ്യമായിട്ട് കാണുന്നത് ഓം നമ ശിവായ എന്ന് ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സതിക്ക്. ഇങ്ങനെ ചൊല്ലാണെങ്കിൽ ശിവനെ കാണാൻ പറ്റും അങ്ങനെയൊക്കെ. അങ്ങനെ സതി കുറേ നമ ശിവായ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ശിവനെ കാണാൻ പറ്റും. അപ്പോൾ സതി ആദ്യം ശ്രദ്ധിക്കുക ശിവൻ്റെ കഴുത്തിലുള്ള പാമ്പിനെയും മുകളിലത്തെ ഇതും തൃശൂലവും ചന്ദ്രനെയും അങ്ങനെ എല്ലാം കാണും. പിന്നീട് ശിവൻ്റെ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ പതിയെ പതിയെ ശിവനോട് ഇഷ്ടം തോന്നി തുടങ്ങും. ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ബാക്കിയുള്ളത് പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.